وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا والقمر والليل إذ أدبر والصبح إذا أسفر إنها لإحدى الكبر نذيرا للبشر لمن شاء منكم أن يتقدم أو يتأخر كل نفس بما كسبت رهينة إلا أصحاب اليمين في جنات يتساءلون عن المجرمين ما سلككم في سقر. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണേ എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടവും അവന്റെ പൊരുത്തവും സ്നേഹവും സ്വർഗവും നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ അള്ളാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഇണകൾ, ബന്ധുമിത്രാദികൾ, സന്താനങ്ങൾ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മുടെ ആദർശ ബന്ധുക്കൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 74-ാം അധ്യായമായ സൂറത്തുൽ മുദ്ദസിറിലെ 32 ആയത്തുകളാണ് നാം പഠിച്ചിട്ട് 31 ആയത്തുകളാണ് നാം പഠിച്ചത്. 32 മുതൽ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 32 മുതൽ 42 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. പഠിക്കാനും പകർത്താനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കല്ലാ വൽ ഖമർ വല്ലൈലി ഇദ് അദ്ബർ. കല്ല, അങ്ങനെയല്ല. കല്ല, അങ്ങനെയല്ല, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട. വൽ ഖമർ, വൽ ഖമർ, ചന്ദ്രൻ. അവിടെ വാവ് ഖസമിന്റെ വാവാണ്. വാവ് ഖസം എന്ന സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവ്. വൽ ഖമർ, ചന്ദ്രൻ തന്നെയാണ് സത്യം. കല്ലാ വൽ ഖമർ, അങ്ങനെ വേണ്ട, ചന്ദ്രൻ തന്നെയാണ് സത്യം. വല്ലൈലി, ലൈലി രാത്രി, വാ സത്യം. വല്ലൈലി, രാത്രി തന്നെയാണ് സത്യം. ഇദ് അദ്ബർ, അത് പിന്നിട്ട് പോകുമ്പോൾ. അദ്ബർ, പിന്നിട്ട് പോവുക. ഇത് അദ്ബർ, അത് പിന്നിട്ട് പോകുമ്പോൾ, രാത്രി പിന്നിട്ട് പോകുമ്പോൾ ആ രാത്രി തന്നെയാണ് സത്യം. വസ്സുബ്ഹി, സുബ്ഹ്, പ്രഭാതം. ഇദാ അസ്ഫറ വസ്സുബ്ഹി, പ്രഭാതം തന്നെയുമാണ് സത്യം. അവിടെ എല്ലാം വാവ് സത്യത്തിന്റെ വാവാണ്. വൽ ഖമർ വല്ലൈലി വസ്സുബ്ഹി, വസ്സുബ്ഹി, പ്രഭാതം തന്നെയാണ് സത്യം. ഇദാ അസ്ഫറ, അത് പ്രകാശിച്ചു വന്നാൽ, അല്ലെങ്കിൽ അത് പുലർന്നു വന്നാൽ. ഏത്? പ്രഭാതം. പ്രഭാതം തന്നെയാണ് സത്യം, അത് പുലർന്നു വന്നാൽ. ഇങ്ങനെ പ്രഭാതത്തെയും രാത്രിയെയും ചന്ദ്രനെയും 3 സത്യങ്ങളാണ് അല്ലാഹു തആല 32, 33, 34 ആയത്തുകളിൽ പറഞ്ഞത്. വളരെ ഗൗരവമായ വിഷയം പറയാനാണ് അല്ലാഹു തആല ഇങ്ങനെ സത്യം ചെയ്യാറുള്ളത്. ഇതിനു മുമ്പ് പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ്. അല്ലാഹു ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്ത് ഒരു കാര്യം പറയുന്നുവെങ്കിൽ ആ സത്യം ചെയ്ത് പറഞ്ഞതിന് ശേഷം വരാനുള്ള കാര്യം അതീവ ഗൗരവമായ വിഷയമായിരിക്കും എന്നർത്ഥം. ഈ 3 കാര്യം സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു എന്താ പറയുന്നത്? ഇന്നഹാ ലഇഹ്ദൽ കുബർ നദീറൻ ലിൽ ബശർ. ഇന്നഹ, ഇന്ന തീർച്ചയായും, ഹ അത്,
ഏത്? ഇന്നഹ, തീർച്ചയായും അത്. തീർച്ചയായും അത് എന്ന് പറയുന്നത് ആ ലൊമീർ മടങ്ങുന്നത് എവിടേക്കാണ്? അതിന്റെ കുറെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഖർ എന്ന് പറഞ്ഞില്ലേ നരകത്തിനെ കുറിച്ച്? സഉസ്ലീഹി സഖർ, വഴിയെ ഞാനവനെ സഖറിൽ, നരകത്തിലിട്ട് എരിക്കുന്നതാണ്. 26-ാമത്തെ ആയത്ത്. ആ 26-ാമത്തെ ആയത്തിലെ സഖറിലേക്കാണ് ഏത് ലമീർ മടങ്ങുന്നത്? ഇന്നഹ, തീർച്ചയായും അത് എന്ന ലമീർ മടങ്ങുന്നത്. അപ്പൊ എന്തായി അർത്ഥം? ഇന്നഹ, തീർച്ചയായും അത്, അഥവാ സഖർ എന്ന് പറയുന്ന നരകം, ലഇഹ്ദൽ കുബർ, ലഇഹ്ദ, ഇഹ്ദ അതൊരു കാര്യം തന്നെയാണ്. ലഇഹ്ദ അതൊരു കാര്യം തന്നെയാണ്. എങ്ങനെയുള്ള കാര്യം? കുബർ, ഏറ്റവും വലുതായ ഒരു വമ്പൻ കാര്യം തന്നെയാണ് നരകം. സഖർ എന്ന് പറയുന്നത് നിസാരവൽക്കരിക്കേണ്ട ഒന്നല്ല. അത് ഏറ്റവും ഗൗരവമായി നിങ്ങൾ കാണേണ്ട കാര്യമാണ്. അതിനെ ഏറ്റവും പേടിക്കേണ്ടതാണ്. ഏത് സമയത്തും അള്ളാഹുവിനോട് അഭയം തേടേണ്ട കാര്യമാണ്. ഇന്നഹാ ലഇഹ്ദൽ കുബർ, സഖർ അഥവാ നരകം, തീർച്ചയായും അത് വലിയ വലുതായ ഒരു കാര്യം തന്നെയാണ്. നദീറൻ ലിൽ ബശർ, നദീറൻ ലിൽ ബശർ, നദീർ താക്കീത്, താക്കീത് എന്ന നിലയിൽ. ലിൽ ബശർ, ബഷർ മനുഷ്യൻ, ലിൽ ബഷർ മനുഷ്യർക്ക്, മനുഷ്യന് ഒരു താക്കീത് എന്ന നിലക്ക് തീർച്ചയായും സഖർ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. ലിമൻ ശാഅ മിൻകും മൻ യതഖദ്ദമ ഔ യതഅഖർ, നദീറൻ ലിൽ ബശർ, മനുഷ്യനൊരു താക്കീത് എന്ന നിലക്ക് സഖർ അത് വലിയ വമ്പൻ കാര്യത്തിൽ പെട്ടത് തന്നെയാണ്. അത് നിസാരമല്ല. ലിമൻ ശാഅ, ശാഅ ഉദ്ദേശിച്ചു, മൻ ശാഅ ഉദ്ദേശിച്ച ഒരുവൻ, ലിമൻ ശാഅ ഉദ്ദേശിച്ച ഒരുവന്, ഉദ്ദേശിച്ചവർക്ക്, മിൻകും നിങ്ങളിൽ നിന്ന്, അൻ യതഖദ്ദമ മുന്നോട്ട് വരുവാൻ ഉദ്ദേശിച്ചവർക്ക്, മുന്നോട്ട് വരാൻ ഉദ്ദേശിച്ചവർക്കും, ഔ അല്ലെങ്കിൽ യതഅഖറ, യതഖദ്ദമയുടെ നേർ വിപരീതം യതഅഖർ, തഖദീം തഅഖീർ, മുന്തിക്കുക പിന്തിക്കുക. അൻ യതഖദ്ദമ മുന്നോട്ട് വരുവാൻ, ഔ യതഅഖറ അല്ലെങ്കിൽ പിന്നോട്ട് പോകുവാൻ. അപ്പൊ നിങ്ങളിൽ നിന്ന് മുന്നോട്ട് വരുവാനോ പിന്നോക്കം പോകുവാനോ ഉദ്ദേശിക്കുന്നവർക്ക് മനുഷ്യരെന്ന നിലയിൽ, താക്കീത് എന്ന നിലയിൽ മനുഷ്യന് നരകം അതൊരു വമ്പൻ വലിയ കാര്യം തന്നെയാണ്. ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ് മനുഷ്യന് നീ എന്നതാണ് അല്ലാഹു തആല ഈ 3 കാര്യം സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്. 26-ാമത്തെ ആയത്തിൽ സഖറിനെ കുറിച്ച് പറഞ്ഞു, നരകത്തെ കുറിച്ച് അല്ലാഹു തആല വ്യക്തമായി സൂചിപ്പിച്ചു. സഉസ്ലീഹി സഖർ, ഞാൻ അവനെ, വലീദ് ബിൻ മുഗീറയെ ആ സഖറിലിട്ട് എരിക്കുന്നതാണ്. എന്താ വലീദ് ബിൻ മുഗീറ ചെയ്തത്? സത്യം മനസ്സിലായിട്ടും ആ സത്യത്തിനെതിരെ പുറംതിരിഞ്ഞു. ആ സത്യം സ്വീകരിച്ചില്ല, ആ സത്യത്തിന്റെ പിന്നാലെ പോയില്ല. അതിനെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനിച്ച് അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇത് അവന്റെ മാത്രമുള്ള താക്കീത് അല്ല. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള നമുക്കൊക്കെയുള്ള പാഠമാണ്. വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങളെ സ്വീകരിക്കാത്ത ആളുകളെ നരകത്തിലിട്ട് എരിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹുവിന്റെ താക്കീത്. എന്നിട്ട് പിന്നീട് 27, 28, 29, 30 ആയത്തുകളിലൂടെ ആ സഖറിന്റെ ഗൗരവം അല്ലാഹു പറഞ്ഞു. സഖർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒന്നിനെയും ബാക്കിയാക്കുകയില്ല, ഒരാളെയും വിട്ടുകളയില്ല. അതേപ്രകാരം അത് തൊലിയെ എരിച്ചു മാറ്റം വരുത്തിക്കളയും. അത്രയും ഭയാനകരമാണ് നരകം. അള്ളാഹുവിന്റെ ഖുർആൻ അംഗീകരിക്കാതെ താൻ തോന്നിയവാസികളായി തോന്നിയതുപോലെ ജീവിച്ചാൽ ആ സഖറിൽ എരിയേണ്ടി വരും, കത്തി എരിയേണ്ടി വരും. നിന്റെ ശരീരത്തിന്റെ, അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും ശേഷിക്കുകയില്ല. എല്ലായിടത്തും ആ നരകത്തിന്റെ സ്പർശനം എത്തുക തന്നെ ചെയ്യും. തൊലി പൂർണ്ണമായി നിന്റെ അത്തരം ആളുകളെ ആ സഖറിൽ എത്തിക്കഴിഞ്ഞാൽ മാറ്റം വരുത്തും എന്ന് അല്ലാഹു തആല പറഞ്ഞു. പിന്നീട് പറഞ്ഞത് അതിന്റെ മേൽനോട്ടത്തിന് 19 മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതിനുശേഷം 19 ആകാനുള്ള കാരണങ്ങൾ പറഞ്ഞതിന് ശേഷം വീണ്ടും ആ നരകത്തിന്റെ ഭയാനകത
അല്ലെങ്കിൽ നരകത്തിനെ കുറിച്ച് ഒന്നുകൂടെ അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇന്നഹാ ലഇഹ്ദൽ കുബർ. തീർച്ചയായും നരകം അത് നിസാരവൽക്കരിക്കേണ്ടതല്ല, അത് ഗൗരവത്തിൽ കാണേണ്ടതാണ്, ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുമ്പോ, തെറ്റുകളിലേക്ക് നീങ്ങുമ്പോ, കണ്ണുകൾ കൊണ്ട് ഹറാമുകൾ കാണുമ്പോ, ചെവി കൊണ്ട് ഹറാമ് കേൾക്കുമ്പോ, കാലുകൊണ്ട് നിഷിദ്ധമായതിലേക്ക് പോകുമ്പോ, നിഷിദ്ധമായത് സമ്പാദിക്കുമ്പോ, അള്ളാഹു പൊരുത്തപ്പെടാത്ത മാർഗത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തുകൾ ചിലവഴിക്കുമ്പോ, കിട്ടിയ അവസരം വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താതെ തോന്നിയതുപോലെ ഞാൻ എന്ന ഭാവത്തിൽ അഹങ്കാരിയായി ജീവിച്ചാൽ അത്തരം ആളുകൾ ഗൗരവത്തിലെടുക്കേണ്ട ഒന്നാണ് സഖർ, നരകം എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അല്ലേ? വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെയും രാത്രിയെയും പ്രഭാതത്തെയും സത്യം ചെയ്തുകൊണ്ട് ആ നരകത്തിന്റെ ഗൗരവം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരിക്കലും നരകത്തെ അവഗണിച്ചു തള്ളരുത്. നരകമുണ്ടോ എന്ന് സംശയിക്കരുത്. ആ നരകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന തർക്കങ്ങൾ ഉണ്ടാകരുത്. അത് ഏറ്റവും ഭയാനകരമായ കാര്യമാണ്. എല്ലാവരെയും അള്ളാഹുവിനെ പൊരുത്തപ്പെടാത്ത നിലക്ക് ജീവിച്ച മുഴുവൻ ആളുകൾക്കും ആ നരകത്തിന്റെ ഭയാനകതയും അതിന്റെ സ്പർശനവും അതിന്റെ ശിക്ഷയും ഏൽക്കേണ്ടി വരും എന്ന ഏറ്റവും ഗൗരവമായ മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള ശക്തമായ താക്കീതാണ് നരകം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നദീറൻ ലിൽ ബശർ, മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള ഗൗരവമായ താക്കീതാണ് നരകം. ആ നരകമുണ്ട് എന്ന് പഠിച്ചവരാണ് നമ്മൾ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലിമൻ ശാഅ മിൻകും അൻ യതഖദ്ദമ ഔ യതഅഖർ. നിങ്ങളിൽ നിന്ന് മുന്നോട്ട് വരുവാനോ പിന്നോക്കം പോകുവാനോ ഉദ്ദേശിക്കുന്നവർക്ക്, മുന്നോട്ട് വരിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? സത്യം കേൾക്കുമ്പോ ശക്തമായി മുന്നോട്ട് വന്ന് എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും, പ്രയാസങ്ങളും ബഹിഷ്കരണങ്ങളും ഒറ്റപ്പെടലുകളും എല്ലാം ഉണ്ടായാലും, ചീത്തവിളികളും ആരോപണങ്ങളും എല്ലാം വന്നാലും, വിശുദ്ധ ഖുർആനിൽ നിന്നൊരു കാര്യം മനസ്സിലായാൽ ആ മനസ്സിലായ സത്യം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാൻ അതിന് മുന്നോട്ട് വരുന്ന ആളുകൾ, സത്യം സ്വീകരിക്കാൻ മുന്നോട്ട് വരികയും അതിന് തയ്യാറാവുകയും ചെയ്യുന്നവർ. എന്നാൽ വലീദ് ഇബ്നു മുഗീറയെ പോലെ അതുപോലെ സത്യം മനസ്സിലായിട്ടും അത് അംഗീകരിക്കാതെ കൂട്ടുകാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങളെ നിലനിർത്തുവാനൊക്കെ ആ സത്യത്തിൽ നിന്ന് പിന്നോക്കം പോയി ചീത്ത മാർഗത്തിൽ പതിക്കുന്ന ആളുകൾക്കും രണ്ടു കൂട്ടർക്കും താക്കീതാണ് നരകം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നരകം എന്ന് പറയുന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. ഏത് സമയത്തും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു നൽകിയിട്ടുള്ള സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണം. നിരന്തരമായി അദാബിന്നാർ, അള്ളാഹുവേ നരകത്തിൽ നിന്ന്, ആ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുര സംരക്ഷിക്കണേ എന്ന് റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന്, സഖർ എന്ന നരകത്തിൽ നിന്ന്, നമ്മുടെ തൊലികൾ മുഴുവനും അതിനെ കരിച്ചു കളയുന്ന ആ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. തുടർന്ന് അള്ളാഹു പറയുന്നത് നോക്ക്, കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ. നഫ്സ്, ശരീരം, ദേഹം, കുല്ലു നഫ്സ്, എല്ലാ ശരീരവും ഞാനും നിങ്ങളും എല്ലാവരും പെടും. അത് നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാളിന്റെ അവസാന നിമിഷം വരെയും പോയിന്റ് വരെയും ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഉൾക്കൊള്ളുന്നു. കുല്ലു നഫ്സിൻ, എല്ലാ ശരീരവും, ബിമാ കസബത്ത്, കസബ അധ്വാനിക്കുക, ബിമാ കസബത്ത് അത് സമ്പാദിച്ചതിന്, അവൻ സമ്പാദിച്ചതിന്, എല്ലാ ആളുകളും അത് സമ്പാദിച്ചതിന് റഹീന, പണയപ്പെട്ടതായിരിക്കും. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. എല്ലാ ആളുകളും അത് സമ്പാദിച്ചു വെച്ചതിന് പണയപ്പെട്ടതായിരിക്കും. റഹീന, പണയപ്പെട്ടതായിരിക്കും. റഹീന് പണയം, റഹീന പണയപ്പെട്ടതായിരിക്കും. എന്നാൽ പണയപ്പെട്ടതായിരിക്കില്ല ആര്? ഇല്ലാ അസ്ഹാബൽ യമീൻ. അസ്ഹാബ് ആളുകൾ, യമീന് വലതുപക്ഷക്കാർ, ആ വലതുപക്ഷക്കാർ ഒഴികെ, ഇല്ലാ അസ്ഹാബ്, ഒരു കൂട്ടർ ഒഴികെ. യമീൻ എങ്ങനെയുള്ള കൂട്ടർ? യമീൻ വലതുപക്ഷക്കാർ ഒഴികെ. വലതുപക്ഷക്കാർ ഒരിക്കലും അവർ പണയപ്പെട്ടതായിരിക്കുകയില്ല. വലതുപക്ഷക്കാർ എവിടെയായിരിക്കും? വലതുപക്ഷക്കാർ ഫീ ജന്നാത്ത്, സ്വർഗങ്ങൾ,
ഫീ ജന്നാത്ത്, അവർ സ്വർഗങ്ങളിലായിരിക്കും. ഒരിക്കലും അവര് സക്കറിലേക്ക് പോവുകയില്ല, ഒരിക്കലും അവര് നരകത്തിലേക്ക് പോവുകയില്ല. ആ നരകത്തിൽ അവരുടെ ശരീരത്തിന്റെ തൊലികൾ വെന്തുരുകുന്ന, അതിനെ തൊലികളെ കരിച്ചു കളയുന്ന സാഹചര്യം അസ്ഹാബുൽ യമീനിന് ഉണ്ടാവുകയില്ല. അസ്ഹാബുൽ യമീന് വലതുപക്ഷക്കാർ എവിടെയാകും? ഫീ ജന്നാത്ത്, അവര് സ്വർഗങ്ങളിലാകും. സ്വർഗത്തിലല്ല, സ്വർഗങ്ങളിലാകും. എന്നിട്ടോ ആ സ്വർഗത്തിൽ നിന്ന് അസ്ഹാബുൽ യമീൻ യതസാഅലൂൻ, അവര് ചോദ്യം ചെയ്യും. സ്വർഗത്തിലാണ് ആരുള്ളത്? അസ്ഹാബുൽ യമീൻ ഉള്ളത്. മറ്റേ പക്ഷികളോ? അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കിയിട്ടും അതിനനുസരിച്ച് ജീവിക്കാത്ത അവിശ്വാസികളായ, മുനാഫിഖുകളായ, തോന്നിവാസികളായിരുന്ന ആളുകൾ അവര് സഖറിലാണ്, അവര് നരകത്തിലാണ്. അസ്ഹാബുൽ യമീന് വലതുപക്ഷക്കാരാകുന്ന ആളുകൾ ഖുർആൻ അംഗീകരിച്ചു, അത് കേട്ടതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി, തെറ്റുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോ പക്ഷാതപിച്ച് മടങ്ങി ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയും അവര് സത്യം സ്വീകരിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു. ആ വലതുപക്ഷക്കാരാകുന്ന ആളുകൾ ഫീ ജന്നാത്ത്, സ്വർഗങ്ങളിലായിരിക്കും. എന്നിട്ടോ യതസാഅലൂൻ, അവര് ചോദ്യം ചെയ്യും. സ്വർഗത്തിലിരുന്നു കൊണ്ട് അവർ ചോദ്യം ചെയ്യുകയാണ്. ആരെ കുറിച്ച്? അനിൽ മുജ്രിമീൻ, മുജ്രിമീൻ കുറ്റവാളികൾ. അനിൽ മുജ്രിമീൻ, കുറ്റവാളികളെ കുറിച്ച് അവർ ചോദ്യം ചെയ്യും. കുറ്റവാളികളോട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും. അല്ല എന്താ നിങ്ങൾ പിന്നെ ഇവിടെ എത്തിയത്? അതാണ് 42-ാമത്തെ ആയത്തിൽ എന്താ ചോദ്യം ചെയ്യുന്നത്? ഒരു കൂട്ടർ സ്വർഗത്തില്, മറ്റൊരു കൂട്ടർ നരകത്തിൽ. അസ്ഹാബുൽ യമീന് സ്വർഗങ്ങളിൽ. ആ സ്വർഗങ്ങളിൽ നിന്ന് സഖറിലുള്ള മുജ്രിമീങ്ങളാകുന്ന ആളുകളോട് യതസാഅലൂന, ഇവരിങ്ങനെ ചോദ്യം ചെയ്യുകയാണ്. എന്താ ചോദ്യം? മാ സലകകും ഫീ സഖർ, മാ സലകകും ഫീ സഖർ, മാ സലകകും, സലക പ്രവേശിച്ചു, മാ സലകകും, നിങ്ങളെ പ്രവേശിപ്പിച്ചതിന്റെ കാരണം എന്താണ്? നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം എന്താണ്? ഫീ സഖർ, ഈ സഖറാകുന്ന ഭയാനകരമായ നരകത്തിൽ, ഈ നരകത്തിൽ നിങ്ങൾ എത്തിപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് സ്വർഗത്തിൽ എത്തിയ അസ്ഹാബുൽ യമീൻ വലതുപക്ഷക്കാരാകുന്ന ആളുകൾ, വിശ്വാസികളാകുന്ന ആളുകൾ മുജ്രിമീങ്ങളെ കുറിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്യും, ചില കാര്യങ്ങളൊക്കെ ചോദിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ആണും ഓരോ പെണ്ണും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മുഴുവൻ നിഅമത്തുകൾക്കും, ആ നിഅമത്തുകൾക്ക്, സമയങ്ങൾക്ക്, നമ്മുടെ സമ്പത്തുകൾക്ക് നാം വിചാരണ നേരിടേണ്ടി വരും. ഓരോരുത്തരും അവരുടെ കർമ്മങ്ങളാകുന്ന സമ്പാദ്യങ്ങൾ, നമ്മുടെ കർമ്മങ്ങളാകുന്ന, നമ്മുടെ പ്രവർത്തനങ്ങളാകുന്ന സമ്പാദ്യങ്ങൾക്ക് പണയമായിരിക്കും. ഭൗതികമായ ജീവിതത്തിൽ നമുക്കൊരുപാട് ബാധ്യതകളുണ്ട്. അള്ളാഹുവിനോട് ബാധ്യത, അതേ പ്രകാരം സമൂഹത്തിനോട് ബാധ്യതയുണ്ട്, വിശുദ്ധ ഖുർആനിനോട് നമുക്ക് ബാധ്യതയുണ്ട്, മഹല്ലുകളോട് ബാധ്യതയുണ്ട്, ഒരുപാട് ബന്ധങ്ങളും ബാധ്യതകളുമുണ്ട്. നാം നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ ബാധ്യതകളും കടമകളുമൊക്കെ കൃത്യമായി അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി തീർത്തു കഴിഞ്ഞിട്ട് അത്തരത്തിലുള്ള കർമ്മങ്ങളാകുന്ന സമ്പാദ്യങ്ങളാണ് നമുക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായും നമുക്ക് രക്ഷയുണ്ട്. നമ്മുടെ ബാധ്യതകളും കടമകളും എല്ലാം തീർത്തു. അള്ളാഹുവിനോടുള്ള ബാധ്യത പൂർണ്ണമായി നിർവഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതയും കടമകളും നിർവഹിക്കുന്നുണ്ട്. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നുണ്ട്. സമൂഹത്തിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിനോട് നമുക്ക് ബാധ്യതകളുണ്ട്. അത് പഠിക്കുന്നുണ്ട്, അത് പകർത്തുന്നുണ്ട്, അത് മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിനോട് ബാധ്യതയുണ്ട്, കടപ്പാടുകളുണ്ട്. അള്ളാഹു പറഞ്ഞതുപോലെ അതിനനുസരിച്ച് നാം നിർവഹിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരോടും ഉള്ള വിശുദ്ധമായ ദീനിനോടുള്ള, മതത്തിനോടുള്ള നമ്മുടെ ബാധ്യതകൾ, കടമകൾ അതൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന അത്തരത്തിൽ ആ കർമ്മങ്ങളാകുന്ന നമ്മുടെ സമ്പാദ്യങ്ങൾ കൃത്യമായി നാം നിർവഹിച്ചവരാണെങ്കിൽ തീർച്ചയായും അവർക്ക് രക്ഷയുണ്ട്. എന്നാൽ ഒരു ബാധ്യതയും നിർവഹിച്ചില്ല. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ അതൊക്കെ മരിച്ചതിന് ശേഷമല്ല, അത് അവിടെ എത്തിയിട്ട് കാണാം എന്ന് നിസാരവൽക്കരിച്ചു. സഖറിനെ കുറിച്ച്, നരകത്തെക്കുറിച്ച് കേട്ടു. അവിടെ പിന്നെ ഭയാനകരമായ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ടത്ര മൈൻഡ് ചെയ്തില്ല. സത്യം സ്വീകരിക്കുവാൻ, പക്ഷാതപിച്ച് മടങ്ങുവാൻ മനസ്സ് അനുവദിച്ചില്ല. ആ നിലക്ക് പിന്നെ നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ ബാധ്യതകളും അള്ളാഹുവിനോടുള്ള, ഇസ്ലാമിനോടുള്ള, ഖുർആനിലുള്ള ഒരു കടമകളും നിർവഹിക്കാതെയാണ് ഈ ലോകത്ത് നിന്ന് നമ്മൾ കണ്ണടച്ച് മരണപ്പെടുന്നതെങ്കിൽ തീർച്ചയായും അത്തരം ആളുകൾ, അവർക്ക് ഒരു രക്ഷയും ഉണ്ടാവുകയില്ല എന്നാണ് അല്ലാഹു തആല ഈ ആയത്തുകളിലൂടെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട്
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമയങ്ങളെ, സന്ദർഭങ്ങളെ, നമ്മുടെ കർമ്മപദങ്ങളെ, ബാധ്യതകളൊക്കെ നിർവഹിക്കുന്നവരാണ് എന്ന് ഈ ലോകത്ത് വെച്ചുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം. എല്ലാ കടമകളും എല്ലാവരോടുമുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെടുന്നത് എന്ന് നാം ഉറപ്പിക്കണം. അതിനുവേണ്ടി പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം. എന്നാൽ അവർക്ക് പറയുന്ന പേരാണ് അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ. അവർക്ക് പറയുന്ന പേരാണ് അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ. സൂറത്തുൽ വാഖിഅയിൽ വലതുപക്ഷക്കാരെ കുറിച്ച്, ഇടതുപക്ഷക്കാരെ കുറിച്ച് വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വലതുപക്ഷക്കാർക്ക് ഒരിക്കലും സക്കറിനെ ഭയപ്പെടേണ്ടി വരില്ല. മനസ്സിലായില്ലേ? ബാധ്യതകളൊക്കെ നിർവഹിച്ചവരാണെങ്കിൽ എന്നിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും സക്കറിനെ, നരകത്തിന് ഭയപ്പെടേണ്ടി വരില്ല. അവർക്ക് സ്വർഗമാണ് ഉണ്ടാവുക എന്ന് മാത്രമല്ല, ആ സ്വർഗത്തിലെത്തിയാലും അവർക്ക് ആനന്ദമാണ് ഉണ്ടാവുക. സക്കറിലുള്ള ആ കുറ്റവാളികളെ കുറിച്ച് അവരന്വേഷിക്കുകയും, എന്തുകൊണ്ടാണ് നിങ്ങൾ വലിയ ആളുകളായിരുന്നല്ലോ, നിങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നുവല്ലോ, പേര് കൊണ്ട്, തറവാട് കൊണ്ട്, മഹല്ല് കൊണ്ട്, സർട്ടിഫിക്കറ്റുകൾ കൊണ്ട്, മെമ്പർഷിപ്പ് കൊണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് എന്താ അവിടെ എത്തിയത് എന്ന കാരണം അവർ അന്വേഷണം നടത്തും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ആ അന്വേഷണത്തിന്, അവരുടെ ചോദ്യത്തിന് സഖറിലുള്ള മുജ്രിമീങ്ങളാകുന്ന ആളുകൾ ചില മറുപടികൾ പറയുന്നുണ്ട്. അത് തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു വിശദീകരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനും പകർത്താനും അല്ലാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. അസ്ഹാബുൽ യമീനിൽ പെടാൻ ശ്രമിക്കുക. ഒരിക്കലും അസ്ഹാബു ഷിമാലിൽ പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക, അധ്വാനിക്കുക. അല്ലാഹു സ്വർഗം വിചൂപാക്കുമാറാവട്ടെ. അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിറു ഫീഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.